നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനക്രമത്തിലെ അടയാളങ്ങളിലെ ഒരു വിഭാഗമാണ് ആംഗ്യങ്ങൾ എന്ന് പറയും. ആക്ഷൻസ് അല്ലെ ജസ്റ്റേഴ്സ്, ലിറ്റർജിക്കൽ ജസ്റ്റേഴ്സ് എന്നവയെ വിളിക്കും. നമ്മൾ ആരാധനക്രമത്തിൽ പല ആംഗ്യങ്ങളുണ്ട്. നിൽക്കുന്നു, ഇരിക്കുന്നു, മുട്ടുകുത്തുന്നു. കൂടുതലും നമ്മൾ നിൽക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിൽ. നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഇരിക്കുന്നതിന് അർത്ഥമുണ്ട്. നമ്മൾ സാധാരണ ഇരിക്കുന്നത് പഴയ നിയമ വായനയുടെ സമയത്ത്, അല്ലെ ലേഖന വായനയുടെ സമയത്ത്, പ്രസംഗത്തിൻ്റെ സമയത്ത്, അല്ല എങ്കിൽ റാസ കുർബാനയാണ് എങ്കിൽ തുർഗാമകളുടെ വിശ്വാസികളെ കേൾപ്പിൻ, അല്ലെ സകലേശ്വരനാം ദൈവം എന്നീ ഗീതങ്ങളുടെ സമയത്ത്. കാരണം അവ വ്യാഖ്യാന ഗീതങ്ങളാണ്. ഇവയൊക്കെ സഭയുടെ പഠിപ്പീരാണ്. സഭ പഠിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നു എന്നുള്ളതാണ് ഇരിക്കുന്നതിൻ്റെ അർത്ഥം. മുട്ടുകുത്തുന്നത് നമ്മൾ അനുരഞ്ജന ശുശ്രൂഷയുടെ സമയമാണ്. ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടും എല്ലാത്തിനോടും ഞാൻ അനുദപിച്ച് അനുരഞ്ജനപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥമാണ്. ഈ അനുരഞ്ജനത്തിൻ്റെ, അനുതാപത്തിൻ്റെയൊക്കെ പ്രതീകമാണ് മുട്ടുകുത്തുക എന്ന് പറയുന്നത്. കാർമികൻ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കൈകൾ വിരിക്കുക എന്ന് പറഞ്ഞാൽ ജനം കാർമികനിൽ കുരിശിൻ്റെ ആകൃതി കാണുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ എന്നാണ് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കാർമികൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അത് ദൈവത്തോട് യാചന നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ കൈകൾ കൂപ്പുന്നത് അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ആദരവാണ്, ശ്രദ്ധയുടെ അടയാളമാണ്. നമ്മൾ കുമ്പിടുന്നത്, ആചാരം ചെയ്യുന്നത് ദൈവത്തോടും ദൈവിക വസ്തുക്കളോടുമുള്ള വലിയ ബഹുമാനത്തെയും ആദരവിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. നമ്മൾ ദേവാലയത്തിൽ ചെയ്യുന്ന ഓരോ ആംഗ്യത്തിനും അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി ആ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഈ ആംഗ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.